ആദ്യം ഫുട്ബോൾ, പിന്നെ മാത്രം അർജന്റീന. ഫിഫയ്ക്കെതിരെ ആഞ്ഞടിച്ച് എം.ബി. രാജേഷ്. ലോകകപ്പ് പ്രീ ക്വാർട്ടറിലെ ആവേശ പോരാട്ടത്തിൽ ഈജിപ്തിനെ 3-2 തകർത്ത് അർജന്റീന ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചതിന് പിന്നാലെ മത്സരത്തിൽ റഫറിയുടെ വിവാദ തീരുമാനങ്ങൾക്കെതിരെ തുറന്നടിച്ച് മുൻ മന്ത്രിയും കടുത്ത അർജന്റീന ആരാധകനുമായ എം.ബി. രാജേഷ്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് എം.ബി. രാജേഷ് ഈജിപ്തിനോട് കാട്ടിയ അനീതിക്കെതിരെ തുറന്നടിച്ചത്. എന്നാൽ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എം.ബി. രാജേഷ് ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. എം.ബി. രാജേഷിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ: നിഷ്പക്ഷത എന്നൊന്ന് ഇന്ന് ലോകത്തുണ്ടോ? ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ മുതൽ ഫിഫയും അവരുടെ റഫറിമാരും വരെ കളി നിയന്ത്രിക്കേണ്ടവരെല്ലാം ഇന്ന് സ്വയം കളിക്കാൻ ഇറങ്ങുകയാണ് എന്ന പരാതി ഉയരുന്നത് എന്തുകൊണ്ട്? ഇന്നലെ അവസാന 15 മിനിറ്റ് അർജന്റീന ഗംഭീരമായി കളിച്ചു. മെസ്സിയുടെ തകർപ്പൻ ഗോളടക്കം അവരുടെ 3 ഗോളും ഉജ്ജ്വലമായിരുന്നു. 2 ഗോളിന് പിന്നിൽ നിന്ന ശേഷം അവിശ്വസനീയമായ തിരിച്ചുവരവായിരുന്നു, സംശയമില്ല. പക്ഷേ അതൊന്നും ഈജിപ്തിനോട് ഫിഫയും റഫറിയും ചെയ്ത കൊടിയ അനീതിയെ ന്യായീകരിക്കാൻ പോകുന്നതല്ല. മുസ്തഫ സിക്കോയുടെ അത്യുജ്വലമായ ഗോളിനെ ഈജിപ്തിന്റെ ബോക്സിൽ നടന്ന ഒരു ഫൗളിന്റെ പേരിൽ പന്ത് പല പാസുകൾക്ക് ശേഷം അർജന്റീനയുടെ ബോക്സിലെത്തി ഗോളായപ്പോൾ അനുവദിക്കാതിരുന്നത് ഒന്നാമത്തെ അനീതി. അവസാന നിമിഷം അർജന്റീനയുടെ ബോക്സിൽ മുഹമ്മദ് സലായെ വ്യക്തമായി ഫൗൾ ചെയ്തിട്ടും അനുവദിക്കാതിരിക്കുകയും അർജന്റീനയുടെ വിജയ ഗോളിന് വഴിയൊഴുക്കുകയും ഈജിപ്തിന്റെ കാര്യത്തിലെടുത്തതിന് നേർവിപരീതമായ നിലപാടെടുത്ത് അത് ഗോൾ അനുവദിച്ചു കൊടുക്കുകയും ചെയ്തത് രണ്ടാമത്തെ അനീതി. ടെലിവിഷനിൽ ലോകമെമ്പാടും കളി കണ്ട കോടിക്കണക്കിന് ഫുട്ബോൾ പ്രേമികളുടെ മുന്നിൽ അരങ്ങേറിയ നഗ്നമായ അനീതി. ഒരുപക്ഷെ അതില്ലായിരുന്നെങ്കിലും എക്സ്ട്രാ ടൈമിലേക്ക് നീളുന്ന മത്സരം അർജന്റീന ജയിച്ചേക്കാം. ആ ജയം എത്ര മനോഹരമായിരുന്നു! അല്ലെങ്കിൽ മുഴുവൻ സമയത്ത് 3-2 ഷൂട്ടൌട്ടിലോ അവർ പരാജയപ്പെട്ടേക്കാം. അതാണല്ലോ ഫുട്ബോൾ. ആ അപ്രവചനീയതയാണല്ലോ ഫുട്ബോളിനെ ആവേശഭരിതമാക്കുന്നത്. തിരക്കഥയ്ക്കനുസരിച്ചുള്ളതെന്ന് തോന്നിപ്പിക്കുന്ന അന്തിമഫലം കണ്ട് സായുജ്യമടയാനല്ലോ കോടിക്കണക്കിന് ഫുട്ബോൾ പ്രേമികൾ കളി കാണാനിരിക്കുന്നത്. തങ്ങളുടെ കളിക്കാരന്റെ ചുവപ്പ് കാർഡ് അമേരിക്കൻ പ്രസിഡന്റ് ഫോണിൽ വിളിച്ച് ഫിഫ നിയമത്തിന് പുല്ലുവില കൽപ്പിച്ച് റദ്ദാക്കുന്ന തരം ഇടപെടൽ നടക്കുന്ന ഒരു ലോകകപ്പിൽ എന്താണ് നടന്നുകൂടാത്തത്? നീതിരഹിതമായ ഒരു ലോകക്രമത്തിൽ മൈതാനങ്ങളിൽ മാത്രം നീതി പുലരുമെന്ന് വ്യാമോഹിക്കരുത്. വർഗ വിഭജിത ലോകത്ത് മറ്റെല്ലായിടത്തും എന്ന പോലെ കളിമൈതാനങ്ങളിലും തുല്യനീതിയല്ല, അതീശ വർഗനീതി മാത്രമാണ് നടപ്പാക്കുന്നത്. പ്രത്യേകിച്ചും കളിമൈതാനങ്ങളിലേക്ക് കുത്തിയൊഴുകുന്ന വൻകിട മൂലധനവും അതീശ രാഷ്ട്രീയവും തമ്മിൽ ഇടചേരുമ്പോൾ. 1986 മുതൽ ഞാനൊരു അർജന്റീന ആരാധകനാണ്. അർജന്റീന തോറ്റപ്പോഴും ദുഃഖമാണെങ്കിലും നിന്നെക്കുറിച്ചുള്ള ദുഃഖം എനിക്ക് ആനന്ദമാണ് ഓമനെ എന്ന മട്ടിൽ അർജന്റീനിയൻ ഫുട്ബോളിനെ കാൽപ്പനികമായി സ്നേഹിക്കുന്നയാൾ. പക്ഷേ ഇന്ന് പറയാതെ വരിക: ആദ്യം ഫുട്ബോൾ, പിന്നെ മാത്രം ഇഷ്ട ടീം.